തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ റോഡടച്ച് സ്റ്റേജ് കെട്ടി പാർട്ടിയുടെ പൊതുസമ്മേളനം നടത്തിയതിനെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തതിൽ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന് പരാതിയും പരിഭവവും. പാർട്ടി സമ്മേളനം ഇല്ലെങ്കിലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാറില്ലേ എന്നാണ് ചോദ്യം. റോഡിലല്ലാതെ പാർക്കിലാണോ സമ്മേളനം നടത്തുക എന്ന് ചോദിച്ചില്ലല്ലോ. ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. അവർ ഇങ്ങനത്തെ ഒരു മൈതാനം കിട്ടിയില്ല. അപ്പോൾ റോട്ടൊക്കിൽ ഒരു പൊതുയോഗം വെച്ചു. സഹിച്ചൂടാ, അയ്യോ റോട്ടൊക്കിൽ മാർക്സിസ്റ്റ് പൊതുയോഗം വെച്ചു. കാറ് പോവാത്ത റോട്ടിൽ സ്റ്റേജ് കെട്ടി കുടുങ്ങിയില്ലേ മനുഷ്യൻ. എന്തൊരു ട്രാഫിക് ജാം, അല്ലെങ്കിൽ അവിടെ ട്രാഫിക് ജാം ഉണ്ടല്ലേ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കല്ലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ. മറ്റൊരു വലിയ ചോദ്യവും വിജയരാഘവൻ ഉന്നയിക്കുന്നു. നമ്മുടെ റോഡുകളിൽ ഇത്രയും കാറുകൾ ആവശ്യമുണ്ടോ? അതും ഇത്രയും വലിയ കാറുകൾ. അതായത് റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാർ പോകാനല്ല, സ്റ്റേജ് കെട്ടാനാണെന്ന് വ്യംഗ്യം. റോഡിലാണോ പൊതുജനമേ കാർ ഓടിക്കുന്നത് എന്ന് ചോദിച്ചില്ലല്ലോ. നാളെ മുതൽ ജനപ്രതിനിധികളും പാർട്ടി നേതാക്കളും കാർ ഉപേക്ഷിച്ച് കാളവണ്ടിയിൽ പോകുമായിരിക്കും. കാളവണ്ടി യുഗം തിരികെ വരണമെന്നായിരിക്കും സഖാവ് ഉദ്ദേശിക്കുന്നത്. 10 മനുഷ്യൻ എത്ര സ്ഥലം പോരെ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെന്ന് ആലോചിക്കേ. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോരെ. റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നത്. എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നുമില്ലേ? ഇത്ര കാർ വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കില്ല. ആരും ചോദിക്കില്ലല്ലോ. എന്നാ ഇത്ര വലിയ കാർ വേണോ? അത് വേണം. എന്നാ ഒരു കുഞ്ഞു കാർ പോയപ്പോരെ. പിന്നെ ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോവല്ലേ? നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. 25 കാർ ഇങ്ങനെ കിടക്കുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? 25 കാറ് കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. അപ്പോ കാറുള്ളോൻ കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജാഥ നടത്താൻ മാത്രമല്ല, റോഡടച്ച് പൊതുസമ്മേളനം നടത്താനും അവകാശം തരണമെന്നാണ് വിജയരാഘവൻ സഖാവിന്റെ പ്രേയർ. PB അംഗത്തിനു മാത്രമല്ല, വഞ്ചൂരിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർക്കും റോഡ് അടച്ചു കെട്ടുന്നതിൽ അപാകം തോന്നിയില്ല. തോന്നിയതാകട്ടെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളുടെ നിലപാടിൽ മാത്രം. അല്ലാണ്ട് അവിടെ ചില പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ സ്റ്റേജ് കെട്ടിയിട്ടുണ്ടെന്നുള്ളതല്ല. ഇതാ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇമാതിരിയാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു അവസ്ഥ. എങ്ങനെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അവതരിപ്പിക്കാൻ ചാൻസ് കിട്ടുമെന്ന് വിചാരിച്ച് ഒറ്റുനോറ്റ് നടക്കുന്ന കുറെ എണ്ണം ഉണ്ട് ഇവിടെ. കോടതി ഇടപെട്ടതോ അതിനെ തുടർന്ന് പോലീസ് കേസെടുത്തതോ കാരണമാകാം ഗോവിന്ദൻ മാസ്റ്റർക്ക് മനംമാറ്റം വന്നിട്ടുണ്ട്. പൊതുവായിട്ട് ഞങ്ങൾ ഈ ബ്ലോക്ക് സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ സമ്മേളനങ്ങളോ നടത്തുന്നതിനോട് യോജിക്കുന്ന പാർട്ടിയല്ല CPM. മുൻ നിലപാട് ശരിയായില്ലെന്ന് തോന്നലുണ്ടോ ഇപ്പോൾ സഖാവിന്? കോടതിയുടെ മുമ്പിൽ അത് ഉണ്ടല്ലോ. അപ്പോൾ ഞാനിനി അത് ശരിയല്ല എന്നും ചെയ്യുന്നു കൊണ്ടെന്ന കാര്യം. ഇക്കാര്യങ്ങളിൽ കോടതി ഇടപെട്ടതിൽ ഒരു പോസിറ്റീവ് വശം ഉണ്ടായിട്ടില്ലേ? എല്ലാ നെഗറ്റീവിനും ഒരു പോസിറ്റീവ് വശം കൂടി ഉണ്ടാകുമെന്ന ആശയം ഗോവിന്ദൻ മാഷ് മുമ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടല്ലോ. എല്ലാ പോസിറ്റീവിനും ഒരു നെഗറ്റീവിന് നെഗറ്റീവ് ഇല്ലാതെ പോസിറ്റീവോ, പോസിറ്റീവ് ഇല്ലാതെ നെഗറ്റീവോ ഉണ്ടാവില്ല. അത് ശരിയല്ലേ, ശാസ്ത്രമല്ലേ? എന്താ ചേട്ടാ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. കൂടുതൽ മേക്കപ്പ് ചെയ്യുന്ന ടെലിവിഷൻ അവതാരകരാണ് കൂടുതൽ കള്ളം പറയുന്നത് എന്ന് വിജയരാഘവൻ സഖാവ് നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു. മേക്കപ്പിനെതിരായ ഈ അലർജി സഖാവിന്റെ വിദേശ സന്ദർശനത്തിനിടയിൽ ഒരിക്കൽ തിരുത്തേണ്ടി വന്നു. എന്നെ ഒരാൾ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കയറ്റി. നല്ല സോഫ അവിടെ ചെന്നു. വീട്ടമ്മ അകത്തേക്ക് പോയി. എൻ്റെ ഒപ്പമുള്ള സഖാവാണ് എടുത്തിരുന്നു. വർത്താനൊക്കെ പറഞ്ഞ കുശലം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത്തുപോയ വീട്ടമ്മ കയ്യിൽ 2 ചെറിയ പാത്രം ഇട്ട് വന്നു. ഞാൻ വിചാരിച്ചു നമ്മളവിടെയൊക്കെ അങ്ങനെയല്ലേ, ചായ എടുക്കാൻ പോകുമ്പോൾ അതിന് മുന്നോടിയായിട്ട് കേക്ക് മുറിച്ചതോ അല്ലെങ്കിൽ ഉന്നപ്പത്തിൻ്റെ ഒരു കഷ്ണോ തിന്നാൻ പറ്റിയ എന്തെങ്കിലും സാധനമോ കഴിക്കൂ, കഴിക്കൂ. ഞാൻ വിചാരിച്ചു അങ്ങനെ വല്ല സാധനമായിട്ട് ഈ ചേച്ചി വന്നാണെന്ന് വിചാരിച്ചു ഞാനവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ അവരെന്ത് ചെയ്ത് നേരെ ആ പാത്രത്തോടെ താഴ്ച്ചു. ഞാൻ നോക്കുമ്പോൾ അതിൽ 2 ഇതുണ്ട്, മുഖത്ത് വരട്ടണ ബ്രഷാ.
ആ വെക്കുക മാത്രമല്ല അവരെന്റെ മുഖത്ത് തേക്കാനും തുടങ്ങി. സമയം കളയത് ഇയാളെ സുന്ദരനാക്കോ സുന്ദര അനങ്ങാതിരുന്നോ, ഇന്ന് ഈ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. ആദ്യം അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി, പിന്നെ അവരൊരു പെയിന്റ് എടുത്തു, അതൊക്കെ മേലെ തേച്ചു. അതിന്റെ ഒരു പേസ്റ്റ് എടുത്തു, അതൊക്കെ മേലെ തേച്ചു. പിന്നെ ഒരു പൊടി എടുത്തു, അതൊക്കെ മേലെ തേച്ചു. ഞാൻ അങ്ങനെ അന്തം പിടിരിക്കേണ്ട ജീവിതത്തിൽ ഇന്ന് വരെ പൗഡർ ഇടുകയും മേക്കപ്പ് ചെയ്യുകയും അതിനായി മുഖമില്ലാത്ത താടി വെച്ച എനിക്ക് ബാക്കിയുള്ള സ്ഥലത്ത് ഒരാൾ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റുമോ? ആഹാ മുടുക്കനായിപ്പ. എവനെന്ത് പറ്റി? അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് ഞാൻ അന്തം വിട്ടിരിക്കുക. അപ്പൊ എന്റെ സുഹൃത്തടുത്തിരിക്കുന്നത് അയാളെ വലിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പേടിക്കല്ല. അപ്പൊ അയാൾ പറഞ്ഞു, സഖാവേ ഇവക്ക് എന്താ പണിയിച്ചാല് ഒരു വയസ്സനെ നോക്കലാ. അവിടെ ചെന്ന ഉടനെ ആദ്യത്തെ ജോലി അയാളെ കുളിപ്പിക്കുക, എന്നിട്ട് ഈ പൗഡർ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്യലാണ് ഇവളുടെ ജോലി. അതുകൊണ്ട് താടി വെച്ച സഖാവിനെ കണ്ടപ്പോ വയസ്സായ ആളെ കണ്ട മേക്കപ്പ് ചെയ്യണ്ടേ എന്ന ബോധ്യത്തിൽ ഇവള് മേക്കപ്പ് ചെയ്യാണ്, ഒന്നും വിചാരിക്കണ്ട എന്ന് എന്നോട് പറഞ്ഞു. എന്റെ അടുത്തിരിക്കുന്ന ആള്. ദേവാലയ ഇത്രയും വലിയ തമാശക്കാരാണ് നിങ്ങൾ വിചാരിച്ചതേ ഇല്ല അല്ലേപ്പാ. അണികളെ കയ്യിലെടുക്കാൻ പൊതുസമ്മേളനങ്ങളിൽ വിജയരാഘവൻ നടത്തുന്ന ചില പ്രയോഗങ്ങളാണ് കയ്യിൽ നിന്ന് പോകാറ്. എന്നാൽ ലോകം മാറുന്നതിനെപ്പറ്റി വിജയരാഘവൻ സഖാവിന് ചില പ്രവചനങ്ങളുണ്ട്. ഈ മാറുന്നൊരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. മാറാത്തത് ഒന്നേ ഉള്ളൂ, മാറ്റം എന്നല്ലേ കാറൽ മാർക്സ് പറഞ്ഞിട്ടുള്ളത്. ഇരിക്കുന്ന സമയത്ത് മുഴുവൻ ചർച്ച നരകം എങ്ങനെയാണ്, നരകം എങ്ങനെയാണ്. അതൊന്നും കേട്ടോ, ആ ചർച്ച നമ്മളെ പാർട്ടിയിലില്ല. നരകം എങ്ങനെയെന്ന ചർച്ച ഒറ്റ പാർട്ടി സമ്മേളനത്തിലില്ല. എന്റെ മോന്തയ്ക്ക് നോക്കിയിട്ട് ചോദിക്കാൻ പറ്റിയ ഒരേ ഒരു കാര്യമുള്ളൂ, നരകത്തിലേക്ക് ഇവിടുന്ന് ലെഫ്റ്റോ റൈറ്റോ അതോ നേരെ പോകണം. വേറെ ചിലരുണ്ട് മരിച്ചു പോയുള്ള കാര്യം മാത്രമേ പറയുള്ളൂ, ജീവിച്ചിരിക്കുന്ന കാര്യം ഒന്നും പറയില്ല. മനുഷ്യപ്പ ശ്രമിക്കുന്നത് എന്തിനാ? മരിക്കാണ്ടിരിക്കാനാ. പണ്ടത്തെ ആ ഒരു നിരക്ക് എത്രയാ? 25, 30, പിന്നെ 40, 45, ഇപ്പൊ എത്രയാ? 80, 90. മനസ്സിലായില്ലേ? വടി കുത്തിപ്പിടിച്ച് ആരെങ്കിലും ഈ സമ്മേളനത്തിന് വന്നോ? ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും എന്തെങ്കിലും വരെ പ്രയാസം അങ്ങനത്തെ അല്ലാതെ പ്രായം കൂടി വടി കുത്തിപ്പിടിച്ചവരും ആരും ഇല്ലപ്പോ. ഈ പ്രായത്തിൽ എന്നാ ഒരു ഇതാ. പെൻഷൻ പറ്റിയ ആളെ കണ്ടാൽ തിരിച്ചറിയില്ല, കല്യാണം കഴിക്കാൻ പോയിരിക്കും. നല്ല ആരോഗ്യ, മുടി കറുപ്പിച്ച് ഇങ്ങനെ പോകുന്നുണ്ടോ? നരച്ച മുടിയും മീശയും കറുപ്പിച്ചെന്ന് വെച്ച് ഈ കൊച്ചു കുട്ടിയാവൂ. AI ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുക. ആ ടെക്നോളജിയുടെ ഏറ്റവും വലിയ നേട്ടം എല്ലാ കാര്യത്തിലും ഞാൻ പോലില്ല, 1000 നിരക്ക് കൂടും. കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് പഠിക്കുവല്ലേ പ്ലീസ്. ഒരു 25 കൊല്ലം കഴിഞ്ഞാൽ ശരാശരി ആയുസ് 100 ആവും. മനസ്സിലായി നിങ്ങൾ? കേച്ചേരിന്ന് മറ്റേ പന്നിത്തരത്തേക്ക് നടന്നു പോണ ആളുടെ പ്രായം നോക്കിയാൽ 100 വയസ്സ് കയ്യും ബിസി ഇങ്ങനെ പോകുന്നുണ്ടാവും. പിന്നെ ഒരു 25 കൊല്ലം കഴിഞ്ഞാലോ 150 വയസ്സ്. മനസ്സിലായി നിങ്ങള്? തള്ളി 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 മലത്താണല്ലോ, എന്താണ് പറയുന്നത്? നീ ഒന്ന് പോടാ ഫ്ലോകൾ. അങ്ങനെ ലോകം മാറാൻ പോവാണ് എന്ന് വരുമ്പോ നരകത്തിനെ കുറിച്ച് പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ നരകത്തിൽ നിന്നൊന്ന് കരകേറ്റ് ശംഭോ